ഞാൻ ഷാലുദ്ദീൻ, ട്രാവൽ പിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പോൾ എങ്ങനെ എല്ലാവരും കൂടെ പോരല്ലേ? അപ്പോൾ ഇന്ന് നമ്മളുടെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോൾ രണ്ടാമത് വീഡിയോ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് പതിവുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ലോങ് തന്നെ പോവാണ്. ഇപ്പോൾ അടുത്തേക്ക് എവിടേക്കോ അല്ല, ഇപ്പം അടുത്തേക്കാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇൻ്റർനാഷണൽ ട്രിപ്പാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ടിങ് ഇപ്പോൾ ഏകദേശം സമയം ഇപ്പോൾ ഇവിടെ ഒരു 6 മണി അല്ലേ, 5:30 6 മണി, 5 മണി കഴിഞ്ഞു. ഇരുട്ടായി നിൽക്കുന്നുണ്ട്. പുറത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. കാരണം വെച്ചിട്ട് ഇന്നലെയും അതിൻ്റെ മുന്നത്തെ ദിവസമൊക്കെ പെരും മഴയായിരുന്നു. ഇപ്പം ഞങ്ങൾ ഷാർജയിലാണ് കേട്ടോ നിൽക്കുന്നത്, എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ്. ഈ എയർപോർട്ടിൽ നിന്നല്ല നമ്മൾ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ കുറച്ച് ഇങ്ങനെ പോകുന്ന വഴിക്ക് പെട്രോൾ അടിച്ച് പിന്നെ എന്നാൽ ഇൻട്രോ ഒന്ന് എടുത്തിട്ടൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിന്നാണ്. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ പൊന്നെ പറയാൻ പറ്റില്ല, അത്രയ്ക്കും വലിയ മഴയാണ്. കാരണം അജ്മാലിലൊക്കെ റോഡൊക്കെ മുങ്ങിക്കെടുക്കുകയാണ്. അപ്പം നമ്മൾ വണ്ടി എടുത്തപ്പോഴും ഞങ്ങൾ ഏത് വഴിക്ക് പോരും, ഏത് വഴിക്ക് ഇങ്ങോട്ടൊന്ന് പുറത്തേക്ക് ചാടുന്നുള്ള സംശയിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് ഇങ്ങ് പോന്നു. ഇന്നിപ്പോൾ രാവിലെ മുതൽ ഇത്ര നേരമായിട്ടും വലിയ മഴയും കാര്യങ്ങളൊന്നും കാണാനില്ല. പക്ഷെ കാലാവസ്ഥ ഇപ്പം തന്നെ മാറി നിൽക്കുന്നത്. അപ്പം നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോകുന്നത് അബുദാബിക്കാണ്. അവിടെ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, നമ്മുടെ ഇതിന് മുമ്പത്തെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ ഫാമിലി ഫ്രണ്ട് ഉണ്ട്. നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. അവിടുന്ന് നമ്മൾ ഇന്ന് അവിടെ സ്റ്റേ ചെയ്തിട്ട് അവരും നമ്മളും കൂടിയാണ് നേരെ പോകുന്നത്. എവിടേക്കാണ്? ജോർജിയ. അപ്പം നമ്മൾ ജോർജിയയിലേക്കാണ് പോകുന്നത്. ഒരു 5-6 ദിവസം നമ്മൾ ജോർജിയയിൽ അടിച്ചു പൊളിക്കാൻ പോവാണ്. അപ്പോൾ അവിടെ ഐസും മറ്റു കാര്യങ്ങളും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അപ്പം നമ്മുടെ ഇനി വരും വീഡിയോകളൊക്കെ ഒരു അടുപ്പിച്ചിട്ടുള്ളതൊക്കെ ജോർജിയയിൽ നിന്നിട്ടുള്ള പരിപാടികളായിരിക്കും. സാലിമിനാണെങ്കിൽ സ്കൂൾ അടച്ചു, വെക്കേഷനാണ്, ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അവിടുത്തെ നമ്മുടെ ക്രിസ്മസും പരിപാടികളൊക്കെ അവിടെ ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വൈകുന്നില്ല, നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അവിടെ വരെ എത്തണമെങ്കിൽ ഏകദേശം 2 മണിക്കൂർ യാത്രയുണ്ട്. 2 മണിക്കൂർ അബുദാബിക്ക് എത്താനുണ്ട്. അവിടുന്ന് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് അബുദാബിയിൽ നിന്ന്, രാവിലെ 9 മണിക്ക്. അപ്പോൾ എല്ലാവരും കൂടി പിന്നെ അവിടുന്ന് പോകാനുള്ള പരിപാടി. എന്തായാലും നിങ്ങളും കൂടെ വരിക. നമ്മൾ തുറന്നുള്ള കാര്യങ്ങൾ ഇതൊക്കെ എന്തായാലും വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. മഴ അതല്ല രസം. ഒരു കാര്യം കൂടി പറയാൻ, ഇന്നലെ നമ്മുടെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പൊ അബുദാബിയിലുണ്ട്, അവിടെ നിന്ന് അവര് വീഡിയോ കോൾ വിളിച്ചിട്ട് അവിടെ സൂര്യൻ ഉദിച്ച് നിൽക്കുന്നത്. അത് നമുക്ക് വീഡിയോയിൽ കാണിച്ചത്. ബാക്കിൽ നോക്കിയ സൂര്യൻ ഉദിച്ച് നിൽക്കണ കണ്ടോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അത് കാണിച്ചു തന്നു. അപ്പൊ ഞങ്ങളുടെ ഇവിടെ ആണെങ്കിൽ ഭയങ്കര മഴ. ഇന്ന് നേരെ തിരിച്ച് നമ്മുടെ അവിടെ രാവിലെ മഴയൊന്നുമില്ല. അവിടെ നോക്കുമ്പോണ്ട് വാർക്കപ്പുറത്ത് നിന്നിട്ട് വെള്ളം വലിക്കുന്നു. അവര് താമസിക്കുന്ന ഒരു വില്ലയാണ്, മറ്റേ 2-3 നിലയുള്ള വില്ലയാണ്. അപ്പൊ അവര് ഏറ്റവും ടോപ്പിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ അയച്ചു തന്നേക്കുന്നുണ്ട്, മറ്റേ വടി വെച്ചിട്ട് വെള്ളം വലിക്കുന്നത്. വാർക്കട മോളിൽ നിന്ന് വലിച്ചു കളയുക, നിറച്ച് വെള്ളം. അവിടെ ആണെങ്കിൽ പൊരിഞ്ഞ മഴയും. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും വേഗം പോവാം, അല്ലെങ്കിൽ നമ്മളും ചിലപ്പോൾ വഴിയിൽ മഴയത്ത് പെടും. തെറ്റി പോവുകയും ചെയ്യും, അത് പണിയാവും. പിന്നെ ഇവിടുന്ന് നേരെ അബുദാബിക്ക് പോകാൻ ഒറ്റ റോട്ട് തന്നെ ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല. അപ്പൊ എന്തായാലും വൈകിക്കുന്നില്ല, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നേരെ വെച്ചടിക്കാം. അപ്പൊ വരും വീഡിയോകളിൽ നിങ്ങളും കൂടി ഉണ്ടാവുക. നമ്മൾ പുതിയ ക്യാമറയിലാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ഓസ്മോന്റെ പുതിയ സ്റ്റിക്ക് ക്യാമറയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഗിംബൽ ടൈപ്പ്. അതിലാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം എങ്ങനെയുണ്ട് നമ്മളുടെ വീഡിയോ പുതിയ ഇതിലുള്ളത്, സൗണ്ട് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും ഇതിൽ നിന്ന് അറിയാം, ക്വാളിറ്റി. ഇത് അബുദാബിക്ക് പോകുന്ന റോഡാണ് കേട്ടോ. ഇവിടെ ഒരു സംഭവം ഉണ്ട്, കുറേ ട്രക്കുകൾ, മോൺസസ് ട്രക്ക്, അങ്ങനത്തെ കുറേ സാധനങ്ങൾ സാലിമിനൊക്കെ പറ്റിയതാണ്. അങ്ങനത്തെ കൊണ്ടുള്ള ഒരു എന്താ പറയുക, ഫുഡ് ട്രക്കുകളുടെ ഏരിയ ആണ്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ ഈ കയറാൻ പോകുന്നത് കേട്ടോ. ഞാനപ്പോൾ അത് കണ്ടപ്പോൾ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് നിർത്തിയതാണ്. നമുക്ക് അവിടേക്ക് ഒന്ന് പോവാം, അതിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ കാണാനായിട്ട്. പക്ഷെ ഇതിൽ എവിടേക്ക് നമ്മൾ കയറും എന്നുള്ളത് മാത്രമാണ് ഡൗട്ട്. ഇതൊക്കെ കണ്ടോ,
ഇതൊക്കെ ഒരു ട്രക്കുകളാണ് കേട്ടോ, മോൺസ്റ്റർ. അടിപൊളി. ഇതൊരു ലോകം തന്നെയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളില് നമ്മളിപ്പോ ഇവിടെ ഒരു ഫില്ലി കഫേ എന്നും പറഞ്ഞിട്ടൊരു സംഭവം കണ്ടു. അവിടേക്കൊന്ന് കയറാമെന്ന് വിചാരിച്ചു. നോക്കട്ടെ എന്താണ് ജസ്റ്റ് ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത്. ഏതെങ്കിലും ഒരു പാർക്കിങ്ങിന്റെ മുന്നിലേക്ക് കയറിയിട്ടേ ഇവിടെ നിർത്തിയിട്ട് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ നമ്മള് ഇവിടേക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടോ. ഇവിടെ ഒരു വെറൈറ്റി ഒരു ലോകം തന്നെയാണ്. ഇപ്പൊ ഇത് ഇവിടെ കണ്ടോ, ഇപ്പൊ ഈ സാധനത്തുമ്പോ നോക്ക്, ഗ്യാസും കുറ്റികളുടെ ഒരു ഇത് കൊണ്ടൊരു സാധനങ്ങൾ വെച്ച് നോക്കി, പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മുകളില്. ഇതിന്റെ മുകളില് എന്താ സ്ഥലമേ, ആ വണ്ടിയുടെ മറ്റേ റേഡിയേറ്റർ കെട്ടി ഞോട്ടിയിട്ടേക്കുന്നു. പിന്നെ ഇവിടെ ഉണ്ടോ ഒരുപാട് ടെസ്ലകള് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇത് കണ്ടോ, അറ്റ് എ ടൈം കണ്ടമാനം ടെസ്ലകളുടെ ചാർജർ ആയിരിക്കുന്നു. കണ്ടോ ഫുള്ള് ഇവിടെ. പിന്നെ ഇവിടെ ഒരു വലിയൊരു ബോർഡ് കാര്യങ്ങൾ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. വണ്ടികൾ ഇങ്ങനെ വരിക, കണ്ടമാനം വണ്ടികൾ ലൈവ് നേരെ നിന്ന് ട്രക്കുകളുടെ അടുത്ത് പാർക്ക് ചെയ്തിട്ട് മേടിച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാം. ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ഇവിടെ നല്ല ചെടി കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ട് അതിൻ്റെ അടുത്തൊരു മരം. നല്ല രസമുണ്ടല്ലോ നാലുമേ കാറുകൾ നോക്കി. ഇവിടെ വലിയൊരു ട്രക്ക് നോക്ക്, അവിടെ നിന്ന് കണ്ടപ്പോ ഇങ്ങോട്ട് വന്നു കേട്ടതാ. പൊന്നി ഭയങ്കര ഇങ്ങോട്ട് അബുദാബിക്ക് അടുത്തടുത്ത് വന്നപ്പോണ്ട് ഭയങ്കര തണുപ്പിട്ടാ. നമുക്ക് ട്രക്ക് വെച്ചിട്ടുണ്ടോ, അതുണ്ടോ ട്രക്കിന്റെ ഒരു ഇതൊക്കെ. അതെന്തോ ഒരു റെസ്റ്റോറന്റ് അങ്ങനെ എന്തോ ഹോട്ടൽ എന്തോ ആണ് സാലിമ. പഴയ പോലീസിന്റെ വണ്ടി. ഇത് ഇവിടൊക്കെ ഇങ്ങനെ ഉണ്ടോ മരത്തിന്റെ സ്റ്റെപ്പുകൾ അടിച്ചു നടക്കാനായിട്ട്. ഈ വണ്ടിയുടെ വലിപ്പം നോക്കി, ഈ വണ്ടിയുടെ വലിപ്പം നോക്കി സാലി. ഇതിന്റെ ഒരു സാലിമ നിന്ന് ഇതിന്റെ ചക്രത്തിന്റെ വലിപ്പം അറിയാം നോക്കി. ഇത് ഒറിജിനൽ. അതെ ഇതൊക്കെ സാലി, ഇത് ഒറിജിനൽ ചക്ര. ഇതുണ്ടോ സാലിമ, ഒറിജിനൽ അല്ലേ? ആ അറ്റം തുടങ്ങി ഈ അറ്റം വരെ. എന്ത് ട്രക്കടാ ഇതെന്തോ, ഇതൊരു ട്രക്കിനെ തല കുത്തി വെച്ചേക്ക. അതിന്റെ ഒരു വൈപ്പറിന്റെ വലിപ്പം കാണിച്ചു തരുന്നെനിക്ക്. നോക്ക്, ഇത് വേണ്ട ഇത് ഒറിജിനൽ വണ്ടിയാണോ അത്? മാന്റെ ഒറിജിനൽ വണ്ടിയാന്ന് കൊണ്ടിട്ടോ. അതൊക്കെ വൈപ്പർ വെച്ചേക്കണക്ക്. ഭയങ്കര തണുപ്പ്. ഇതൊരു പ്രത്യേക ഒരു അനുഭവമായി പോയിട്ടോ. ഇതൊരു പ്രത്യേക കാഴ്ചയായി പോയി അല്ലേ. ഇതിന്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കട്ടെ. ഇതാടാ ഇത് വാതിലേ, ഇതിലേ വാ. ഇതിന്റെ ഉള്ളിലാന്നുണ്ട് വാഷ്റൂം. ഇതെന്താ ഗെയിം കളിക്കുന്ന സ്ഥലമാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ വാഷ്റൂം ഉണ്ടോന്ന് അറിയും. ഇത് കൊള്ളാലോ സംഭവം.
വാഷ്റൂമിൻ്റെ ഉള്ളിലും ഒരു പ്രത്യേക സെറ്റപ്പിലാണ് വെള്ളം മറ്റേത് കൈ കഴുകാനൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബ്രേക്ക് പൈഡുമ്പോൾ കണ്ടോ, ഇത് ആക്സിലേറ്റർ ആണ്. അതിൽ ഞാൻ ചവിട്ടി കഴിഞ്ഞാൽ ഇവിടെ വെള്ളം വരും. ഈ പൈപ്പിൽ വെള്ളം വരും. ഇതിന് സോപ്പിൻ്റെ വെച്ചത് ഈ സാധനത്തിൽ. ഇത് പിന്നെ മറ്റേ JCB ഇതാണ് വെച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെ. ഇവിടുത്തെ ഈ വാതിൽ തന്നെ കണ്ടോ, ഇതെന്തോ ബസ്സിന്റെ ഇതാണ്. ഇതിന്റെ സാലിമേ ബാ, ഇതുണ്ടോ, ഇതൊക്കെ തുറന്നു നോക്കി. ഇതുണ്ടോ ആ ഡോറ് തുറക്കുന്ന സെറ്റപ്പ് തന്നെ ഒരു ബസ്സിന്റെ ഡോറിലാണ്. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളങ്ങനെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇതുണ്ട് ഡോറിന്റെ പിടിയിൽ വരെ കോടാലി കൊണ്ട് വാതില്. അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇന്നലെ വന്നപ്പോൾ ഒരുപാട് വൈകി. രാത്രി ഏകദേശം എത്ര മണി, 8:30 കണ്ടായില്ലേ? 8:30 നമ്മളവിടെ വീട്ടിലെത്തിപ്പോൾ അവരുടെ കേട്ടാ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ എടുക്കാനുള്ള മൂഡും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം രാവിലെ റെഡിയായി. രാവിലെ ഏകദേശം 6:30 ആയിട്ടുണ്ട് ടൈം. ഭയങ്കര തണുത്ത കാറ്റാണ്. ഇതാ അബുദാബി എയർപോർട്ട്, സായിദ് എയർപോർട്ട്. അപ്പോൾ രാവിലെ നമ്മളവിടെ എത്തി എയർപോർട്ടിൽ. 9 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇനി അകത്തേക്ക് കയറാം. അധികം അവിടെ നിന്നിട്ട് ഇതാക്കുന്നില്ല. ബാക്കി വിശേഷങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലത്തെ പരിപാടികൾ കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. പിന്നെ നമ്മൾ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ടുകളുണ്ട്. ഇതേ ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇവരാണ് നമ്മളെ ആൾക്കാർ. ഇതേ തനുഷ്, ഗുഡ് മോർണിംഗ്. അപ്പോ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങൾ അകത്തോട്ട് കയറിയിട്ട് പറയണം. അവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല, അത്ര തണുപ്പാ. പിന്നെ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറിയിട്ടാ ഒരു സമാധാനം കിട്ടി. പുതിയ എയർപോർട്ടാണ്, അടിപൊളി സെറ്റപ്പ് ഇട്ടാ. എയർപോർട്ടിന്റെ അകത്ത് കയറി ഇനി എങ്ങോട്ടാ പോകേണ്ട എന്താന്നുള്ളത് നോക്കണം. ഡിജിറ്റൽ പരിപാടികളുണ്ടോ, അതല്ല ഏതാണ് നമ്മളുടെ കൗണ്ടർ കാര്യങ്ങൾ, ഇതൊക്കെ നോക്കുന്നുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ ഇമ്മാതിരി തണുപ്പ്. നമ്മൾ തണുപ്പിലേക്കാണ് പോകുന്നത്. പക്ഷെ കോട്ടും കാര്യങ്ങളും ഇതൊന്നും ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. എയർപോർട്ട് ഒരു 1.5 എയർപോർട്ടാട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ATM എവിടെയാണെന്നൊന്ന് നോക്കണം. സാലിം എങ്ങനെയുണ്ട്? അങ്ങനെ സാലിമ നാട്ടിലേക്കൊക്കെ പോയിട്ട് കുറേ ആയില്ലോ ഫ്ലൈറ്റിൽ കയറിയിട്ടത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വലിയ ക്യൂ ആണ്. നേരത്തെ വന്നെന്നുള്ളതിൽ നമ്മൾ എത്തിയതാണ്. ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ തിബ്ലിസി എയർപോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് ആൾക്കാരുണ്ട്. അപ്പോൾ അവരവിടെ എയർപോർട്ടിലുണ്ടാവും. അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ വലിയ നീണ്ട ക്യൂ. നമ്മൾ എന്താ ക്യൂവിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് അവരൊന്നും ജസ്റ്റ് കാണിക്കാൻ പറ്റില്ല. ചില ആൾക്കാർ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ എന്തായാലും ഇതിങ്ങനെ ഒരു മൂന്ന് ലെയറുണ്ട്. അപ്പോൾ അതിങ്ങനെ കറങ്ങി എന്തായാലും അപ്പുറത്തേക്ക് വരും. അല്ലേ സാലിമേ? നമ്മളൊരു വലിയ ചതിയല്ല, പണി കിട്ടി. ചെക്കിംഗ് ബാഗേജ് വലിപ്പം കൂടിയ കാരണം നമ്മൾ അതിൽ കയറ്റാൻ സമ്മതിച്ചില്ല. അപ്പൊ അതുകൊണ്ട് നമ്മള് ചെക്കിംഗ് ബാഗേജ് നമ്മളടുത്ത് വേറെ വാങ്ങാൻ പറഞ്ഞു. അപ്പൊ വേറെ വാങ്ങാൻ ഇവര്
നമ്മൾ ചെക്കിംഗ് ബാഗേജ് ഇവിടുന്ന് എയർപോർട്ടിൽ നിന്ന് വാങ്ങാൻ പറഞ്ഞപ്പോൾ സ്മോൾ 7 kg ഇതിന് പറഞ്ഞത് 250 റംസ് 260 റംസ് പറയണത്. ആ ഒരു ചെറിയൊരു ഒറ്റ ബാഗിന് കൊണ്ടുവന്ന പെട്ടിയാണെങ്കിൽ പുതിയതും ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ നമ്മള് അത് ചെയ്ത് അത് വാങ്ങിയില്ല. ഇവരുടെ ബാഗിൽ കുത്തി കയറ്റി നമ്മുടെ സാധനങ്ങൾ. ആ കൂടി ഷൂ പിന്നെ ജാക്കറ്റ് നടന്നു. ജാക്കറ്റ് ഒക്കെ കയ്യിൽ കൊടുത്തു. പിന്നെ ഷൂ. പിന്നെ നമ്മുടെ പെട്ടി കളയാൻ തോന്നിയില്ല. അപ്പൊ അടിയില് ഒരാളെ എയർപോർട്ടിൽ നിന്ന് ഒരു മലയാളി ഇറങ്ങി. കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു. 100 ആൾക്കാരെ ചോദിച്ചു. എല്ലാവർക്കും പേടിയാ. അതാണ് കാര്യം. എന്തായാലും ഇപ്പൊ നമുക്ക് അവിടെ ഒരു മലയാളിയില് കൊടുത്തു. ഇനി വരുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ ആദ്യമായിട്ട് UAE വരണത് വിസിറ്റില് നേരെ ചെന്നിട്ട് പെട്ടി ഒന്ന് ജസ്റ്റ് ചേട്ടൻ ഒന്ന് കൊണ്ടുപോകും, ഞങ്ങൾ എപ്പോഴെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് നോക്കിക്കോളാം മേടിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് മൊബൈൽ നമ്പറൊക്കെ മേടിച്ചിട്ട് വിട്ടിട്ടുണ്ട്. നാട്ടിലെ നമ്പറാ. പാവം പിടിച്ച മനുഷ്യൻ. അപ്പൊ തൽക്കാലം ആ ചണ്ടയിൽ കൊടുത്ത് വിട്ടു. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ. പിന്നെ ഇൻഷുറൻസിന്റെ കുറെ ഇഷ്യൂസുകൾ. ട്രാവൽ ഇൻഷുറൻസ് അല്ല, ഹെൽത്ത് ഇൻഷുറൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളതെന്നൊക്കെ പറഞ്ഞു. ഒന്നും പറയണ്ട. ഇപ്പൊ അതേ പരിപാടിയിലൊക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറണം. 8 മണിക്ക് ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ 8:15 കുഴപ്പമൊന്നുമില്ല. നമ്മളില്ലാണ്ട് എന്തായാലും ഫ്ലൈറ്റ് വിടില്ല. നമ്മളുടെ സീറ്റ് അങ്ങനെ ഇവിടെയൊക്കെ മാറിപ്പോയിട്ടോ. ഇപ്പൊ ഞാനിവിടെ ഫ്രണ്ടില്, സാലിമും സലി അവിടെ ബാക്കില്, പിന്നെ ഇവര് ഇവിടെ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സീറ്റൊക്കെ വീണ്ടും മാറിയിട്ടാ. ഞാൻ വീണ്ടും ബാക്കിലോട്ട് വന്നു. ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നിട്ട് അങ്ങോട്ട് എടുത്തിട്ടു. ഇവരുടെ ഇതിന്റെ സീറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരെ രണ്ടുപേരും ഞാൻ എന്ത് ചെയ്യുന്ന ഒരുമിച്ച് ഇരുത്താന്ന് പറഞ്ഞപ്പോ അവര് സമ്മതിച്ചു. പിന്നെ രണ്ടെണ്ണത്തിന് ഒരുമിച്ചാണ്ട് എടുത്തിട്ട് നിധിയും പിന്നെ അങ്ങോട്ട് നീങ്ങി. ഇതില് പണി കിട്ടിയത് ആർക്കാന്നറിയാം? മോൻസിക്കാണ് പണി കിട്ടിയത്. മോൻസി സഹായിക്കുന്നത്. അപ്പൊ ബാക്കോട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ തനു എന്തായാലും എന്റെ മടിയിൽ എവിടെയെങ്കിലും ഇരിക്കുള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് 4 സീറ്റിന്റെ ആവശ്യമില്ല. അപ്പൊ ഞങ്ങളുടെ ഒരു സീറ്റാണ് അവർക്ക് കൊടുത്തിട്ട് അവരെ സന്തോഷിപ്പിച്ച് എല്ലാ ഫാമിലിനെയും സന്തോഷിപ്പിച്ച്. അത് കഴിഞ്ഞ് എന്താ ക്യാബിൻ ക്രൂ വന്നിട്ട് പറയാണ് 2+ അല്ലേ, അവർക്ക് ഒരു സീറ്റ് തന്നെ വേണം അറ്റ്ലീസ്റ്റ് ടേക്ക് ഓഫിന്റെ സമയത്ത്. ഞാനത് കാരണം ബാക്കിലിട്ട് മോൻസി ഇവിടെ ബാക്കിൽ വന്നു. ഇവിടെ അതെ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. രീതിയിൽ അവിടെ ഒറ്റയ്ക്ക് അങ്ങോട്ട് പോയി. 2 കയ്യില് 2 പേരുണ്ട്. കൈ കൊടുത്ത് സന്തോഷിപ്പിച്ചിരുത്തിയേക്കാ. ഞാൻ വിചാരിച്ചു ചേട്ടായി ഭയങ്കര വിഷമത്തിലായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെന്നാ പറയുന്നത്. 2 ഫ്രെയിം. അതെ, ഇവിടത്തെ ഈ ഫ്രെയിം അവിടുത്തെ ഫ്രെയിം പകുതി പോയിട്ട് കാണാം. ശരിയാ, രണ്ടുപേരും കാണാം. ഒരാളവിടെ വിഷമിച്ചിരിക്കുന്നു, ഒരാൾ ഇപ്പുറത്ത് സന്തോഷിച്ചിരിക്കുന്നു. ഇവിടെ വിഷമം ഇവിടെ സന്തോഷം. കൈ തുടക്കിയാ മിഠായി പൊങ്ങുന്ന കൊടുക്കാൻ വേണ്ടിട്ടാണ് ചോക്ലേറ്റ്. അത് ഫുഡടി കഴിഞ്ഞു. അത് കഴിഞ്ഞു. അതെല്ലാരും കഴിഞ്ഞു. ഇവിടെയും കഴിഞ്ഞു. അവിടെ എന്താ ദോശ കച്ചവടം ഉണ്ടോ? ദോശ കച്ചവടം. ദോശ ചപ്പാത്തി വേണമെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് മുതലാക്കാൻ. താൻ എന്നെ എന്തിനാ വേണ്ടേ? ദോശയാ? ദോശയാ? തോമാച്ചന് എന്തിനാ വേണ്ടടാ? ദോശ ചപ്പാത്തിയാ? ചപ്പാത്തി വേണ്ട, ദോശയാ? ചപ്പാത്തി ദോശയുടെ പൊന്നിട്ട് വേണ്ട ചമ്മന്തി വേണം? ചമ്മന്തി. ഗൈസ്, നമ്മൾ ഈ ഫ്ലൈറ്റിൽ നിന്ന് പോടിപ്പിക്കോ? ഇവിടെ ദോശ സാമ്പാർ ചോദിച്ചു തുടങ്ങി.
രണ്ട് പ്ലേറ്റ് ദോശയായി. നീ ബാക്കിൽ നിന്ന് സുഖിക്കാല്ലേ? രണ്ട് പിള്ളേരിനെയും എന്തെങ്കിലും നിന്നിട്ട് അവിടെ ഒറ്റയ്ക്ക് അവിടെ നിന്ന് സുഖിക്കുക, അവിടെ ദോശ ചോദിച്ചോണ്ടിരിക്കുക. അവിടെ ഭയങ്കര ദോശ കച്ചവടം ഉണ്ടാ, ദോശയും ചമ്മന്തിയും ചപ്പാത്തിയൊക്കെ ചോദിച്ചോണ്ടിരിക്കുക. On behalf of Air Arabia, Captain Sami Gudom and the entire setup crew, thank you for choosing to fly with Air Arabia. Look forward to seeing you in one of our flights in the near future. Once again, wishing you all a pleasant stay here in Tbilisi or a pleasant onward journey. Have a very good afternoon. അങ്ങനെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഇമിഗ്രേഷൻ പരിപാടികളെല്ലാം കഴിഞ്ഞ് താഴേക്ക് എത്തിയിട്ടാണ് സ്റ്റാമ്പ് ചെയ്തു അവരുടെ ഇത്. ഇനി നമ്മൾ ലഗേജ് എടുക്കണോടത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മുടെ ഒരു പെട്ടി കൂടി വരാനുണ്ട്, ബാക്കി പെട്ടികളെല്ലാം വന്നു. അത് ഇവിടെ ഇതിൻ്റെ എല്ലാവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെ ഇരിക്കുന്നത്. എല്ലാവരും അതുമ്പോൾ കളിക്കുക. 2 പെട്ടികൾ ഒരുമിച്ചാണ് കൊടുത്തത്, പക്ഷേ ഒരെണ്ണം വന്നു, ഒരെണ്ണം കാണാനില്ല. അപ്പോൾ നമ്മളെ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് കടന്നുട്ടാ. നമ്മളെ അന്വേഷിച്ച് വന്ന ആൾ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്ന് തപ്പിയിട്ടാണ് കണ്ടുപിടിച്ചത്. കാരണം ഇവിടുന്ന് വൈഫൈയും കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആളെ കണ്ടതിന് ശേഷമാണ് പിന്നെ നമുക്ക് സിമ്മൊക്കെ കിട്ടിയത്. അപ്പോൾ ആളാണ് നമ്മുടെ ഇനി 5-6 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ ഇതൊക്കെ കയറ്റി വണ്ടിയിൽ വെച്ചിട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്, കാരണം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ എന്തായാലും ഈ ഒരു യാത്ര ഫസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റുകൾ കാര്യങ്ങൾ ഇതൊക്കെ അയയ്ക്കുക. സാലിമേ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അപ്പോൾ നമ്മളെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ അയയ്ക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.